വെൽക്കം ടു ട്രാവൽ മാനിയാക്ക്. ഇന്ന് ഞാൻ ടോസ്റ്റ് മാസ്റ്റർ ഇൻ്റർനാഷണലിൻ്റെ ക്ലബ്ബ് ആക്ടിവിറ്റിയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ മോള് അക്കാഫ് ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിലെ ഒരു മെമ്പറാണ്. ഈ അക്കാഫ് ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബ് ഒരു ബൈലിംഗ്വൽ ക്ലബ്ബാണ്. അതുകൊണ്ട് മലയാളവും ഇംഗ്ലീഷും ഇവിടെ യൂസ് ചെയ്യും സംസാരത്തിൽ. ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പബ്ലിക് സ്പീക്കിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പരിശീലിപ്പിക്കുന്ന അതിന് കുറേ സ്റ്റേജുകളൊക്കെ തരുന്ന ഒരു ക്ലബ്ബാണ്, ഇൻ്റർനാഷണൽ ക്ലബ്ബാണത്. 100 വർഷമായി ഈ ക്ലബ്ബ് നിലവിൽ വന്നിട്ട്. ഈ അക്കാഫ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ൻ്റെ 43rd മീറ്റിംഗ് ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് തുടങ്ങിയിട്ടൊരു 2 years കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓരോ വർഷവും അവർ എക്സ്കോമിനെയൊക്കെ തിരഞ്ഞെടുക്കും. അപ്പോൾ പാസ്റ്റ് പ്രസിഡൻറ്റ് അന്നു പ്രമോദായിരുന്നു. ഇപ്പോൾ പുതിയ പ്രസിഡൻറ്റ് ആയിട്ടുള്ള സൂരജിനെയാണ് നമ്മൾ ആദ്യം കണ്ടത്. സർജൻ്റെ ടേംസ് അജയ് അശോകനെ സൂരജിനെയാണ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് സൂരജ് വന്നിട്ടാണ് ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ദ ഡേ, അതായത് അന്നത്തെ ആ ദിവസത്തെ ടോസ്റ്റ് മാസ്റ്റർ മീറ്റിംഗ് ഇവൻ്റ് മുഴുവൻ അവതരിപ്പിക്കുന്ന ആളായിട്ടുള്ള ഓരോ തവണയും ഓരോ ആളായിരിക്കും അവരെ ക്ഷണിക്കും. അത് ഇത്തവണ ആശാ സിയാദാണ്. പിന്നെ ആശാ സിയാദാണ് ഈ പ്രോഗ്രാം മുഴുവനും കൊണ്ടുപോവുക. അതിനൊരു പ്രത്യേക സ്ട്രക്ചറുണ്ട്. അത് നല്ല രസമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല, ഫുൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. അതിൽ കുറേ റോളുകളുണ്ട്. ട്രിവിയ മാസ്റ്റർ, അക്കൗണ്ടർ, അതായത് നമ്മളുടെ സ്പീച്ചിലുള്ള ഇവാലുവേഷനുകൾ 2-3 സ്പീക്കേഴ്സ് ഉണ്ടാവും. അവരുടെ ഓരോരുത്തരുടെ ഇവാലുവേഷൻ ഉണ്ടാവും, ജനറൽ ഇവാലുവേഷൻ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ടേബിൾ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് വന്ന സ്റ്റേജുമ്പോൾ അപ്പോൾ സംസാരിക്കുന്ന അങ്ങനത്തെ ഉണ്ട്. ഇതിനൊക്കെ ടൈമുണ്ട്. ഇപ്പം നമ്മൾ പബ്ലിക് സ്പീക്കിങ് നമ്മൾക്ക് എല്ലാ വിധത്തിലും നമ്മളെ അതങ്ങ് ട്രെയിൻ ചെയ്യിക്കും. അതിലുള്ള പോരായ്മകൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എത്ര മോശമായിട്ട് പ്രസൻറ്റ് ചെയ്താലും നമ്മളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ലൊരു സിസ്റ്റമാണ് ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ. അപ്പോൾ അക്കാഫ് ടോസ്റ്റ് മാസ്റ്റേഴ്സിലാണ് മോള് ജോയിൻ ചെയ്തേക്കുന്നത്. ഇവർ നല്ല സൂപ്പറാണ്. മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് അവൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളും ഗസ്റ്റായിട്ട് മിക്കവാറും കൂടെ പോകാറുണ്ട് അവളുടെ. ഇത്തവണത്തെ മീറ്റിങ്ങിൽ മോള് ഒരു സ്പീക്കറായിരുന്നു. പിന്നെ അതുപോലെ ഇത്തവണ ഞാൻ ഒരു ബുക്ക് റിവ്യൂവും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഞാൻ ബുക്ക് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുൻപും ഒരു ബുക്ക് റിവ്യൂവിനെ ക്ഷണിച്ചിട്ടാണ് ഞാൻ അക്കാഫ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെയാണ് പിന്നെ അത് ഇഷ്ടപ്പെട്ടിട്ട് മോൾ അതിൽ ജോയിൻ ചെയ്യുന്നത്. ഇനി കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് കാണാം. ഇതിപ്പോൾ രമൽ നാരായണാണ് ഗ്രമേറിയൻ വേർഡ് ഓഫ് ദി ഡേ അവതരിപ്പിക്കുന്നതാണ്. ആ വേർഡ് അന്നത്തെ മീറ്റിങ്ങിൽ കൂടുതൽ തവണ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ വേർഡ് അവതരിപ്പിച്ച രീതിയും ഒക്കെ ഒരു പ്രത്യേകതയിലായിരുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇപ്പം നമുക്ക് കുറച്ച് വീഡിയോസ് ഇതിൻ്റെ കാണാം. He reached the spot at midnight with his wife, but unfortunately he forgot the location of his flat. He finally managed to locate the flat after an hour, carrying all the luggage. And he is none other than our most energetic Toastmaster Girish Kolancheri. Girish Kolancheri, first flight is always the hardest part of the story. First flight is always the hardest part of the story. Toastmaster Girish Kolancheri, over to you. Thank you. Fellow Toastmasters and respected guests, good afternoon. Good afternoon. Okay. First flight is the hardest part of the story, is it? Here I am not going to talk about my first flight, but it's all about my first interview. What was your dream job in early 20s? Not for you, still you are in early 20s. Okay, for me, it was joining in the army. Very dynamic, and not only that, she is the author of 2 captivating books, and I'm sure she's going to sweep the audience off their feet with her speech. Please welcome Toastmaster Shivangi Menon Srikumar from Silent
here to talk about the importance of mental health. I lost a dear friend of mine a few months back, and maybe that wouldn't have happened if we gave mental health the importance it deserves. According to WHO, World Health Organization, there is no definite definition for mental health. But if it has to be explained, in simple terms, it can be referred to as a person's psychological, social well-being. It affects how they behave, how they think, and what they feel. Especially after the corona times, we all have been very much concerned about our health. We go to gym, we follow diets, and all of it is because we are very scared of the consequences we have to face if we don't take care of our mental health. But if we take the same crowd, a lot of them would be appalled as soon as the word mental health pops up. Ladies, let me channel my inner corner. Ladies, ask me why. Why? Why? There are many reasons, but at the end of the day, it is a combination of societal, cultural, and individual factors. 1. Stigma and shame. This ineffable stigma concerned with the term mental health. People feel ashamed. They fear being judged if they open up about their mental health struggles. 2. Lack of knowledge. A lot of people do not understand what mental health is or its importance. This lack of awareness make them unable to identify their issues as well as acknowledge other people's issues, which prevents them from getting the help they deserve and need. 3. Lack of support. A lot of people do not have a supportive environment where they feel safe enough to open up about their mental health. They also may lack having access to mental health resources as well. Now, as I said, there are many reasons why, but I believe these 3 are the fundamental ones. And addressing these issues takes tremendous societal change. Do you know where the societal change can come from? From you and me. Now, let's dive a bit deeper into the topic. You all have watched the movie Meet Your Mother, right? Yeah. Yeah. In that, there's a character, Pushkar Chand, a soldier. He reacts to a loud noise by diving into the ground in thinking that he was at the border. It turns out, and he realizes, that it was a part of a temperature. This is a clear case of PTSD, post-traumatic stress disorder. It is often seen in soldiers and people who deal with high-stress traumatic jobs, but it is not limited to that. Mental health differs from person to person, environment to environment. According to American Psychological Association, children today experiences more anxiety than that of child psychiatric patients of 1950s. Thus, this dialogue from Bangladesh. Especially Indian students, they are put in this pressure to be perfect. Some of them get out of it as completely different people. The others, they explore. Society creates this pressure on them, and we put this pressure. We put this pressure in the name of love to make them perfect. But what we forget is that
what's perfect to us may not be to them. I lost my friend, and maybe that wouldn't have happened if we gave him a feeling that his feelings were valid. That whatever he was experiencing, no matter how small it may seem to him, wasn't deserved to be heard. So, next time we see someone struggling or losing their battle, let us remember that you and I can bring a change to it. Let us together create safe space for those we hold the closest to our hearts. Let us go from ignorance to acknowledgement, from darkness to light, from silence to scream. With that thought, let me conclude my words. Over to you. Welcome to the Master. Thank you, dear body. Before that, can you please see the title? സ്റ്റാർട്ട് ചെയ്തു ഓടി ഞാൻ സ്പീഡിലങ്ങ് വണ്ടി എടുത്തു. പക്ഷേ ഈ വണ്ടിയുടെ ഒച്ച കേട്ടത് ആന എൻ്റെ നേരെ തിരിഞ്ഞു. ഇറക്കമായതുകൊണ്ടും ഞാൻ കുറച്ച് സ്പീഡിൽ പോയതുകൊണ്ടും ആനയ്ക്ക് അത്ര സ്പീഡിൽ താഴെ കിടക്കാൻ പറ്റില്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആന എന്നെ കവർ ചെയ്യും. അപ്പോഴാണ് താഴെ ഒരു ശബ്ദം കേൾക്കുന്നത്, സാർ കീഴെ കുതിങ്ക. എന്ത് പറയണേ? അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാല് ഞാൻ ഓടിക്കുന്ന റോട്ടിൽ നിന്ന് കുറച്ച് താഴെയായിട്ടാണ് ഈ കുണ്ടല ഗോൾഫ് എസ്റ്റേറ്റ് ഉള്ളത്. അവിടെയാണ് ഈ ആൾക്കാരൊക്കെ നിൽക്കുന്നത്. ഏതാണ്ട് ഇത്ര ഇതുണ്ട്. അപ്പൊ ബൈക്ക് അതിലേക്ക് ചാടിക്കാനാണ് അവർ പറയുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല കയ്യോ കാലോ ഓടിഞ്ഞ് നമ്മൾ രക്ഷപ്പെടും. അതല്ല ഈ റോഡ് തന്നെ പോകാനാണെങ്കിൽ ആരും എൻ്റെ എല്ലൊടിക്കും. ഏതായാലും രണ്ടും കേൾപ്പിച്ച് സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജനെ മനസ്സിൽ കയറുന്നതുകൊണ്ട് വണ്ടി ഞാൻ ചാടിക്കഴിഞ്ഞപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ രക്ഷപ്പെട്ടു. ചെറിയ ഇൻസുലേഷനൊക്കെ പോയുള്ളൂ കയ്യിൽ. അങ്ങനെ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം നമ്മളെ ഒന്ന് നോക്കി കണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ നേരെ പിന്നെ ഞാൻ രാത്രിയോ പകലോ നോക്കിയില്ല, അവിടെ നിന്ന് ചവിട്ടി വിടുക ഒറ്റപ്പൊക്കായിരുന്നു എറണാകുളത്തേക്ക്. പിറ്റേ ദിവസം രാവിലെ minute 48 second. Toastmaster Shivangi took 6 minute 23 second and Toastmaster Girish took 6 minute 38 second. All the three of our speakers showed an ineffable performance, keeping on time. മോട്ടിവേഷൻ പറയും. എനിക്ക് ചെറുതായിട്ടൊന്ന് പറയാനുള്ളത്, സ്റ്റേജ് ഉപയോഗിക്കുമ്പോൾ ബിജു സൽമാൻ ഓൾമോസ്റ്റ് ഇത്ര ഏരിയയിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. നമ്മുടെ ഇതിന്റെ സെൻട്രൽ നിന്നുകൊണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ഓഡിയൻസിനും കറക്റ്റ് വ്യൂ കിട്ടും. അപ്പോൾ അത് ഡെലിവർ ചെയ്യുന്നതിൽ കറക്റ്റായിട്ട് അതിൻ്റെ എക്സിക്യൂഷനിൽ കറക്റ്റായിട്ട് അനുഭവിക്കുന്നു. പിന്നെ അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ ഒരേ ഫീലിംഗ് ഉള്ളതുപോലെ തോന്നലുണ്ടായിരുന്നു. ആനയെ കണ്ടപ്പോൾ ഒന്ന് പേടിപ്പെട്ട് ഒരു ഇമോഷൻ വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് എഫക്റ്റ് ആവുമായിരുന്നു. ആനയെ മുന്നേ കണ്ട് ഒരുപാട് പരിചയമുള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരു പേടിയൊന്നും അവിടെ ഫീൽ ചെയ്ത് കണ്ടില്ല. എന്തായാലും അവസാനം അതൊരു നൊസ്റ്റാൾജിക് ടെക്സ്റ്റ് കൊണ്ടുവന്ന് അമ്മയിലേക്കും ഭാര്യയിലേക്കും കണക്ട് ചെയ്തുകൊണ്ട് കയ്യിൽ കിട്ടിയ ചരടിലേക്ക് വന്ന് നിർത്തുമ്പോൾ നമുക്കൊക്കെ ആ സ്പീച്ച് അത്രത്തോളം പ്രാധാന്യം. I wish to congratulate my target speaker twice. Ask me why. Why? One, for attempting her second speech. Well done on that. And next, for addressing a bold and rarely discussed topic, men's health. This is an ineffable speech and well done to her. The 3 points that I liked about her speech was that she had a very apt title for the speech, Silence to Scream. And this was able to convey, listening to the title itself, was able to convey the feelings or the mental agony the person who's experiencing it, who's going through this emotions feel. So very well done that. Then my speaker, she began with a definition of what men's health means, and she went on to explain the fundamentals of the topic with well-researched examples. And she had also thrown in, to add to her,
some filmy examples which was very well. What would say? It's an art that involves giving speeches, giving your ideas, your thoughts, everything, and connect to the audience. As long as you connect, as much as time you connect, you want the speech. And today, my target speaker, Toastmaster Girish, has done an ineffable speech, and he has achieved that purpose. Everything over, he visited 2 places. Very keenly listening. It's an ineffable experience. கனவு துளைந்தவள் நான், கவிதை மறந்தவள் நான், காதல் கரிந்தவள் நான், கற்பு முறிந்தவள் நான். സുഗന്ധി, ദേവനായകി, ഡോക്ടർ രജനി തിരുനഗാമി, ഈ 3 പേരാണ് ഇന്നത്തെ ബുക്ക് റിവ്യൂവിന്റെ ഹീറോയിൻസ്. ഈ 3 പേരുടെ ജീവിതവും ചരിത്രവും മിഥ്യയും യാഥാർത്ഥ്യവും ഇടകലർത്തി സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവലാക്കിയിരിക്കുകയാണ് TDR എന്ന ഒന്നര പേരിട്ട് വിളിക്കുന്ന TD രാമകൃഷ്ണൻ. TD രാമകൃഷ്ണന് 2017 വയലാർ അവാർഡ് നേടിക്കൊടുത്ത ഒരു നോവലാണ്. ഇത് ആക്ച്വലി 1000 വർഷത്തെ ഒരു കഥയാണ്. അതായത് ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാർ തമ്മിലുള്ള കുടിപ്പകയുടെ കഥയാണ്. സിംഹളരും അതുപോലെ തമിഴ് പുലികളും തമ്മിലുള്ള, തമിഴ് വിമോചന പ്രസ്ഥാനക്കാരും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥയാണ്. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ കഥയാണ്. ഈ കഥ തുടങ്ങുന്നത് അതിനു മുമ്പ് ഇതിൽ ഡോക്ടർ രജനി തിരുനഗാമ എന്ന് പറഞ്ഞത് ഒരു യഥാർത്ഥ സ്ത്രീയാണ്, യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ സുഗന്ധി എന്ന് പറയുന്നത് ഒരു കാൽപ്പനിക കഥാപാത്രമാണ്. അതുപോലെ തന്നെ ദേവനായകി ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മിത്തും ചരിത്രവും യാഥാർത്ഥ്യവും ഇടകലർത്തിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതിൽ തുടങ്ങുന്നത് സുഗന്ധിയെ അന്വേഷിച്ചുകൊണ്ട് ഒരു സിനിമാ സംവിധായകനായ പീറ്റർ ദേവനായകം ശ്രീലങ്കയിൽ എത്തുന്നതോടെയാണ്. സുഗന്ധി ഒരു തമിഴ് വിമോചന പ്രസ്ഥാനത്തിന്റെ പോരാളിയായിരുന്നു. പീറ്റർ വരുന്നത് ഒരു സിനിമ സംവിധാനം ചെയ്യാനാണ്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ അവളെ അന്വേഷിക്കുകയും ചെയ്യുന്നു. അവളെ കണ്ടെത്തുന്നുണ്ട്. അവൾ ആദ്യം തന്നെ അവളൊരു ജയിലിലാണെന്ന് അറിയുന്നു. അപ്പോഴത്തേക്കും ആ യുദ്ധം കഴിഞ്ഞിരുന്നു. ശ്രീലങ്കൻ സർക്കാർ ഈ യുദ്ധം അടിച്ചമർത്തിയിരുന്നു. ഈ ഡോക്ടർ രജനി തിരുനഗാമെ ജാഫ്നയിൽ ജീവിച്ചിരുന്ന ഒരു ഡോക്ടറാണ്, അനാട്ടമി വിഭാഗം പ്രൊഫസറായിരുന്നു. അവർ ഈ ശ്രീലങ്കൻ പ്രസ്ഥാനത്തിന്റെ എതിർ ആൾക്കാരായ തമിഴ് വിമോചന പ്രസ്ഥാനത്തിനെ അനുകൂലിച്ചിരുന്ന ഒരാളായിരുന്നുവെങ്കിലും 2 വിഭാഗത്തിലുമുള്ളവരുടെ മനുഷ്യാവകാശ സംസരങ്ങളെ തുറന്നു കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിന്റെ പ്രകാശനത്തിന്റെ പിറ്റേ ദിവസം സ്വന്തം പാർട്ടിയിലുള്ള അവരുടെ തന്നെ വെടിയേറ്റ് അവർ മരിക്കുകയാണ്. ഇനി ഈ പീറ്റർ ദേവനായകം ഈ സുഗന്ധിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കുറിപ്പ് കിട്ടുന്നതിൽ നിന്നാണ് ദേവനായകി എന്ന കഥാപാത്രം വരുന്നത്. ദേവനായകി 992 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മഹാകൃഷ്ണശാലിയായ സ്ത്രീയായിരുന്നു. അവർ ചേര രാജാക്കന്മാരുടെ ഒരാളെ വിവാഹം കഴിച്ച് അവരുടെ ആ രാജ്യത്തിന്റെ രാജതന്ത്രത്തിലും യുദ്ധതന്ത്രത്തിലുമൊക്കെ ഭാഗഭാക്കാവുന്നുണ്ട്. അതിനുശേഷം ഒരു യുദ്ധത്തിൽ ചോള രാജാവ് ഈ ചേര രാജാവിനെ കീഴ്പ്പെടുത്തുമ്പോൾ ആ രാജാവിന്റെ പത്നിയായി പോകുന്നുണ്ട്. അങ്ങനെ 2 രാജ്യങ്ങളുടെ യുദ്ധതന്ത്രങ്ങളിൽ ഒരു ഭാഗഭാക്കായിരുന്ന സ്ത്രീയായിരുന്നു ദേവനായകി. ഒടുവിൽ അവൾ ഇവരുടെയൊക്കെ എതിരാളിയായിരുന്നതും ആയ മഹീന്ദൻ എന്ന് പറഞ്ഞ പാണ്ഡ്യ രാജാവ് അവരുടെ മകളെ 3 വയസ്സുള്ള മകളെ ലൈംഗികമായി അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നതിന്റെ പ്രതികാരമായി അയാളുടെ സാമ്രാജ്യത്തിൽ തന്നെ അവൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അവൾ ഒരു ബുദ്ധ സന്യാസിയുടെ ശിഷ്യയായി മാറിയിട്ട് നിർവ്വാണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ TD രാമകൃഷ്ണൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നോവലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എവിടെയൊക്കെ ഈ ദേവനായകന്മാർ യുദ്ധം ഉണ്ടാകുന്നുണ്ടോ അവിടെയൊക്കെ ഈ ദേവനായകന്മാർ സുഗന്ധികളായും മറ്റ് സ്ത്രീകളായും പുനർജനിക്കും എന്നുള്ളതാണ്. ഈ കഥയിൽ തന്നെ ഈ സുഗന്ധി എന്ന സ്ത്രീയുടെ ആദ്യത്തെ പേര് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവളുടെ അച്ഛനമ്മമാരുടെ പേര് ദേവനായകി എന്നായിരുന്നു. അതിനുശേഷമാണ് അവളുടെ അച്ഛനെയും അമ്മയെ അവളുടെ കൺമുന്നിൽ വെച്ച് കൊലപ്പെടുത്തുന്നത്. ഈ ശ്രീലങ്കൻ പോരാളികൾ കൊലപ്പെടുത്തുന്നത് കണ്ടിട്ടാണ് അവൾ തമിഴ് വിമോചന പ്രസ്ഥാനത്തിന്റെ ഒരു പോരാളിയായി മാറുന്നത്. അങ്ങനെ അവൾ
ചെറിയ പ്രായത്തിൽ തന്നെ കാനഡയിൽ അമ്മാവിന്റെ കൂടെ പോയിരുന്ന അവൾ തിരിച്ച് ശ്രീലങ്കയിലേക്ക് വരികയാണ്, ജാഫ്നയിലേക്ക് വരികയാണ് ഈ തമിഴ് വിമോചന പ്രസ്ഥാനക്കാരുടെ കൂടെ കൂടുവാനായിട്ട്. ഈ പീറ്റർ ജീവനായക അവളെ കണ്ടെത്തുമ്പോൾ അവൾ ശ്രീലങ്കൻ പട്ടാളത്തിന്റെ, അതായത് ശ്രീലങ്കൻ പട്ടാളം തമിഴ് വിമോചന പ്രസ്ഥാനക്കാരെ അടിച്ചമർത്തി അവർ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞു. അവരുടെ ജയിലറയ്ക്കുള്ളിലായിരുന്നു. അവരുടെ ഇരു കൈകളും മുലകളും ഛേദിച്ച നിലയിലായിരുന്നു സുഗന്ധി ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് മനുഷ്യാവകാശ ധ്വംസനവും അതുപോലെ തന്നെ സ്ത്രീത്വത്തിനെ അടിച്ചമർത്തുന്ന വിധത്തിലുമായിരുന്നു ഇതുപോലെയുള്ള പോരാട്ടങ്ങൾ. അത് രണ്ടും ഭാഗത്തും തമിഴ് വിമോചന പ്രസ്ഥാനക്കാരായാലും ശ്രീലങ്കനായാലും ഏത് യുദ്ധത്തിലും അങ്ങനെയാണ് സംഭവിക്കാറ്. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. TDR പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതുപോലെ എവിടെയൊക്കെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, എവിടെയൊക്കെ ഇതുപോലെയുള്ള വിമോചന സമരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അവിടെയൊക്കെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ ജനതയ്ക്കാണ്, സാധാരണക്കാർക്കാണ്, സ്ത്രീകൾക്കാണ്, കുട്ടികൾക്കാണ്. അതായത് അവിടെയൊക്കെ സ്ത്രീത്വം ചവിട്ടി അരക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ എവിടെയൊക്കെ സ്ത്രീത്വം ചവിട്ടി അരക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ദേവനായകമാർ സുഗന്ധികളായി പുനർജീവിക്കുക തന്നെ ചെയ്യും. ഭാര്യമാരെ അരത്താലിയിട്ട് കൂട്ടി അന്യ സ്ത്രീകളെ ലഭിക്കുന്ന രാജാക്കന്മാരും, അതുപോലെ തന്നെ ശത്രുരാജ്യത്തിന്റെ പടനിലങ്ങളെ പോലെ തന്നെ ആ രാജ്യത്തെ സ്ത്രീകളുടെ ശരീരങ്ങളിലും പടവെട്ടി ലഹരി കണ്ടെത്തുന്ന പടയാളികൾ, അതേപോലെ ശബ്ദമുയർത്തുന്ന പെൺപടയാളികളുടെ വായടപ്പിക്കാനായിട്ട് ആൺപടയാളികളുടെ ഭാര്യമാരാക്കി വായടപ്പിക്കുന്ന വിമോചന പ്രസ്ഥാനക്കാരും, കണ്ടുകിട്ടിയാൽ ഫസ്റ്റ് റേറ്റ് ദെൻ ടോർച്ചർ ക്വസ്റ്റ്യൻ എന്ന് ആക്രോശിക്കുന്ന ഭരണകൂടങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം ദേവനായകന്മാർ സുഗന്ധികളായി പുനർജനിക്കുക തന്നെ ചെയ്യും. ഈ സുഗന്ധിമാർ ഇങ്ങനെ പാടും: കനവ് മുടിന്തവൾ നാൻ, കവിതയെ മറന്നവൾ നാൻ, കാതൽ കരിന്തവൾ നാൻ, കറുപ്പ് മുറിന്തവൾ നാൻ. താങ്ക് യു. And our immediate past president also, that time. Let us see what it is. First, Master Sajna, the topic: don't be football of others' opinion. Don't be a football of others' opinion. Hello, good evening. Good evening, masters. Yes, I'm more comfortable to talking Malayalam. So, can I? Yes. നമ്മൾ മറ്റുള്ളവരുടെ കാലിലെ ഫുട്ബോൾ ആവുകയാണ്. അതാണ് ഇന്നത്തെ എനിക്ക് കിട്ടിയ വിഷയം. എല്ലാം കൊണ്ടും നല്ലൊരു വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് എന്ത് കാര്യത്തിലും അതിനെക്കുറിച്ചൊരു ശരിയായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ശരിയായി നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ വേണം. അല്ലാതെ ഒരാൾ അത് പറഞ്ഞു, മറ്റേയാൾ വേറൊരു കാര്യം പറഞ്ഞു, അത് കേട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അവരുടെ കാലിലെ ഫുട്ബോൾ തന്നെയായിരിക്കും. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുണ്ടുരുണ്ട് പോകുന്ന ഒരു സാധനം. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഉരുണ്ടുരുണ്ട് പോകും. നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാവരുത്. എപ്പോഴും ഒരു വ്യക്തിക്ക് ഒരു ശരിയായ ഒരു കാഴ്ചപ്പാട് എന്തിനെ കുറിച്ചും ഉണ്ടായിരിക്കണം. ഒരാൾ ഒരിക്കൽ പറഞ്ഞു, അയ്യോ അതാണ് ആ രാഷ്ട്രീയ പാർട്ടിയാണ് നല്ലത്, മറ്റൊരാൾ പറഞ്ഞു ഈ രാഷ്ട്രീയ പാർട്ടിയാണ് നല്ലത്. അങ്ങനെ എന്തിനെ കുറിച്ചും അതാണ് നല്ല ഇതാണ് നല്ലതെന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ മാറരുത്. എപ്പോഴും നമുക്ക് തന്നെ വേണം ശരിയായ ഒരു, അത് കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെയും നമ്മുടെ വായനയിലൂടെയും എല്ലാമാണ് നമുക്ക് അങ്ങനെ പല അഭിപ്രായങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് വേണം. അല്ലെങ്കിൽ നമ്മുടെ വളർത്തിയ മാതാപിതാക്കളുടെ അവരുടെ ഒരു സ്വാധീനവും നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും.
അപ്പം അതിനനുസരിച്ച് വേണം നാം പ്രവർത്തിക്കേണ്ടതും എല്ലാം. ഒരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാം, പക്ഷെ അതായിരിക്കില്ല നമ്മുടെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കാര്യം ഫുട്ബോൾ ആകരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും നന്ദി. Absolutely. Wishing you all the very best. Hoping you all have a wonderful, wonderful Christmas journey. Back to you. Finally, handing over to Shafiq as a new treasurer for the best. Thank you. I would like to present and all the guests and Toastmasters. Very warm good afternoon to all of you. Good afternoon. Am I doing justice here? Yes. Good afternoon. Good afternoon. Thank you. I think we are all proud and we should cherish, because we are part of an organization which hasn't been in existence for the last 100 years. How many organizations are there in the world who have been existing for 100 years? Very few. And we are really privileged. Yes? Yes. And many congratulations for that. To top that, you are part of a district which is number 1 in the world. An area which is a distinguished, President Distinguished area, and the club, President Distinguished Club. Yes. Wonderful, wonderful, wonderful. And thank you for inviting me for this ineffable meeting. I thoroughly enjoyed it. To start with, the Sergeant at Arms, Toastmaster Ajay. Well done. ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇൻ്റർനാഷണലിൻ്റെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ നീളുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ടൊരു ടീ പാർട്ടി ഉണ്ടാവും. അപ്പോൾ അത് മുഴുവനൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നറിയാലോ. ഇതിൽ നമ്മൾ കാണിച്ചത് തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങളെ കാണിച്ചുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 3 സ്പീക്കേഴ്സിൻ്റെ സ്പീച്ചുകൾ, അവരുടെ ഇവാലുവേഷൻ, ജനറൽ ഇവാലുവേഷൻ, ബുക്ക് റിവ്യൂ, ടേബിൾ ടോപ്പിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, വളരെ കുറച്ച് ഭാഗങ്ങൾ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടൈമറുടെ റിപ്പോർട്ടുകൾ പറയും. അതുപോലെ അക്കൗണ്ടർ, വേർഡ് ഓഫ് ദ ഡേ എത്ര പ്രാവശ്യം യൂസ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, ട്രിവിയ മാസ്റ്റർ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി വേറൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.